السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضوان الله، أما بعد. ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിലൊന്നായ അൻവാഉൽ ഫിറാഖി വഹുക്മുഹ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. ഇസ്ലാമിക വിമർശകർ ഏറെ കാലമായി ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങളിൽ ഒന്നാണ് വിവാഹമോചനവും അതിൻ്റെ അനുബന്ധ നിയമങ്ങളും. ദാമ്പത്യ ജീവിതം ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം വിവാഹമോചനത്തെ അനുവദനീയമാക്കുന്നത്. അത്തരം ഘട്ടങ്ങളിൽ വിച്ഛേദിക്കാൻ സാധിക്കാത്ത വിധം ഒട്ടിപ്പിടിച്ച് ഇരുവരും നിത്യനരകയാതന അനുഭവിക്കണമെന്ന് പ്രകൃതിമതമായ ഇസ്ലാം നിർബന്ധിക്കുന്നില്ല. എന്നാൽ വസ്ത്രം ഊരുന്നത് പോലെ ത്വലാഖിനെ ആക്കാനും പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മറ്റു മാർഗങ്ങളെല്ലാം അടയുന്ന അവസരത്തിലാണ് പരിശുദ്ധമാക്കപ്പെട്ട മതം വിവാഹമോചനത്തിന് അനുമതി നൽകുന്നുള്ളത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും, അനുവദനീയമായ കാര്യങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം അത് വിവാഹമോചനമാണ്. ഭൂമിയിൽ വിവാഹമോചനത്തിനേക്കാൾ ക്രോധമായ മറ്റൊരു കാര്യം അല്ലാഹുവിന്റെ അടുക്കലില്ല എന്ന് മറ്റൊരു ഹദീസിലും കാണാൻ സാധിക്കും. ഭാര്യ ദുസ്വഭാവിയും ദുർഗുണങ്ങൾ അടങ്ങുന്നവൾ ആണെന്ന് വെക്കുക. അതല്ല എങ്കിൽ അവന്റെ കാമവികാരങ്ങളെ ക്ഷമിപ്പിക്കാൻ കഴിയാത്തവളാണോ എന്ന് വെക്കുക. ഇത്തരം ഘട്ടങ്ങളിൽ അവന്റെ അഭിമാനവും അന്തസ്സും പണയം വെച്ച് നിത്യമനക്ലേശവുമായി നടക്കണമെന്ന് ഇസ്ലാം പറയുന്നേയില്ല. എന്നാൽ ഉടനെ തന്നെ വിവാഹമോചനം നടത്താനും ഇസ്ലാം അനുവദിക്കുന്നില്ല. അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. ആദ്യ പടി എന്ന നിലയിൽ ക്ഷമ കൈക്കൊള്ളാനാണ് പരിശുദ്ധമാക്കപ്പെട്ട മതം നിർദ്ദേശിക്കുന്നത്. ക്ഷമം ഫലം കാണാതെ വരുമ്പോഴാണ് ഖുർആൻ മറ്റു കാര്യങ്ങളെ നിർദ്ദേശിക്കുന്നത്. അനുസരണക്കേട് കാണിക്കുന്ന ഭാര്യ അവളോട് ആദ്യം ഉപദേശം നൽകുക. ഫലം കാണാതെ വരികയാണെങ്കിൽ കിടപ്പറയിൽ വിട്ടു താമസിക്കുക. അതും ഫലം കാണാതെ വരുമ്പോൾ മൂന്നാമത്തെ കാര്യമായി പറയുന്നത് പരിക്കില്ലാത്ത വിധം അവളെ അടിക്കുക. ഇത്തരം ശ്രമങ്ങളൊക്കെ ഫലം കാണാതെ വരുമ്പോഴാണ് വിവാഹമോചനം എന്ന ത്വലാഖിനെ അതല്ല എങ്കിൽ ഫസ്ഖ്, ഖുൽഅ് എന്നീ വിഷയങ്ങളെ അല്ലാഹു തആല അനുവദനീയമാക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾ വിവാഹമോചനത്തിന് തുനിയുകയാണെങ്കിൽ ആദ്യം അവൾ ഋതുമതി ആണോ എന്ന് നോക്കുക. ഋതുമതിയെ വിവാഹമോചനം നടത്താൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ത്വലാഖ് രണ്ടു വിധത്തിലുണ്ട്. വ്യക്തമായി പദങ്ങൾ ചൊല്ലിക്കൊണ്ടുള്ള ത്വലാഖ്,
അതിനെ സ്വരീഹ് എന്ന് പറയുന്നു. രണ്ടാമത്തത് അവ്യക്തമായ രൂപത്തിൽ പദങ്ങൾ ചൊല്ലിയുള്ള ത്വലാഖ്, ഇതിനെ കിനായത്ത് എന്നും പറയുന്നു. സ്വറാഹ്, ഫിറാഖ്, ത്വലാഖ് എന്നീ 3 പദങ്ങളാണ് സ്വരീഹിന്റെ പദങ്ങളായി എണ്ണുന്നത്. ഈ 3 അറബി പദങ്ങൾ അതല്ല എങ്കിൽ ഈ 3 അറബി പദങ്ങളുടെ പരിഭാഷകളോ ചെല്ലുകയും അവിടെ വിവാഹമോചനത്തെ ഉദ്ദേശിക്കട്ടെ ഉദ്ദേശിക്കാതിരിക്കട്ടെ എന്തു തന്നെ വന്നാലും അവിടെ വിവാഹമോചനം നടക്കുന്നതാണ്, സംഭവിക്കുന്നതാണ്. എന്നാൽ കിനായത്തിന് അനവധി പദങ്ങളുണ്ട്. ത്വലാഖ് ചെല്ലുന്നു എന്ന ഉദ്ദേശത്തോടു കൂടി ചെല്ലിയാൽ മാത്രമേ അവിടെ വിവാഹമോചനം സംഭവിക്കുകയുള്ളൂ. ഒരു വ്യക്തി വിവാഹമോചനം നടത്തുകയും വീണ്ടും അവളെ തന്നെ ആഗ്രഹം വരികയാണെങ്കിൽ അവളെ വീണ്ടെടുക്കണമെങ്കിൽ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത് ഇദ്ദ കഴിയുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീ മറ്റൊരാളുമായി വിവാഹം നടത്തുക. മൂന്നാമത്തെ കാര്യമായി പറയുന്നത് രണ്ടാമനുമായി സംയോഗത്തിൽ ഏർപ്പെടുക. നാലാമത്തെ കാര്യം, രണ്ടാമനുമായി വിവാഹമോചനം നടത്തുക. അഞ്ചാമത്തെ കാര്യം, അവന്റെ ഇദ്ദ കഴിയുക. ഈ 5 കാര്യങ്ങൾ പൂർണ്ണമായാൽ മാത്രമേ ആദ്യത്തെവളെ ഈ വ്യക്തിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വിവാഹമോചനം തേടാൻ സ്ത്രീക്കും ഇസ്ലാം അനുമതി നൽകുന്നുണ്ട്. അത് 2 വിധത്തിലുണ്ട്. ഭർത്താവിൽ നിന്ന് ലഭിച്ച മൂല്യം തിരിച്ചു നൽകുകയും ത്വലാഖിനെ ആവശ്യപ്പെടുകയും ചെയ്യുക, ഇതാണ് മഹറായി ലഭിച്ചതും അല്ലാതെ ലഭിച്ചതുമായ മൂല്യങ്ങളെ നൽകണമെന്നാണ് ഖുൽഇന്റെ നിബന്ധന. അത് എത്ര വേണമെന്ന് ആവശ്യപ്പെടേണ്ടത് ഭർത്താവിന് അനുവദനീയമാണ്. മൂന്നാമത്തെ കാര്യം, വിവാഹം ദുർബലപ്പെടുത്തുക, ഫസ്ഖ്. ഭർത്താവ് ദരിദ്രനാവുകയും ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ ഭാര്യ ആവശ്യപ്പെടുന്നതാണ് ഫസ്ഖ് എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.